എന്നെ ശരിക്കും എന്നെയല്ല എൻ്റെ അടുത്തിരുന്ന എൻ്റെ ഫ്രണ്ട് മിനിയും പങ്കുവെച്ച സെയിം കാര്യമാണ്. ഈശോ എന്തിനു വേണ്ടിയാണ് എന്നെ സൃഷ്ടിച്ചതെന്നുള്ള എൻ്റെ ബ്രദർ പറഞ്ഞപ്പോഴത്തേന് ഈശോയ്ക്ക് വേണ്ടിയാണ്, ദൈവത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചതെന്നുള്ളത് അത് ഭയങ്കരമായിട്ട് എന്നെ സ്പർശിച്ചു. കാരണം ജീവിതത്തിൽ ഇത് ചെയ്യണം, അത് ചെയ്യണം, കർത്താവിന് വേണ്ടി അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പ്ലാനും പദ്ധതി ഉണ്ടാക്കി പോകുന്ന എനിക്ക് മനസ്സിലായി ഞാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബ്രദർ പറഞ്ഞ പോലെ ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ച ദൈവം തീർച്ചയായിട്ടും എന്നെ ഉപയോഗിച്ച് അതനുസരിച്ച് ചെയ്തോളൂ എന്നുള്ള കാര്യം അത് ഭയങ്കര എനിക്കൊരു വലിയൊരു വെളിവായിരുന്നു. അത് പിന്നെ ഒരു കാര്യം, ഞാൻ പലപ്പോഴും ഒത്തിരി പേര് എന്നോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോഴത്തേന് എനിക്ക് പ്രാർത്ഥിക്കാൻ സമയക്കുറവ് കൊണ്ടോ മടിയൊന്നും ഞാൻ പറയാൻ പറ്റിയല്ല. പക്ഷേ ഞാൻ ചിലപ്പോഴും ഇപ്പോൾ ഒരാൾ വന്ന് ചിഞ്ചു എൻ്റെ പേർക്ക് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ ശരി, എന്നിട്ട് ഞാൻ ഈശോ ചിഞ്ചു എന്ന് മാത്രം പറയത്തേ ഉള്ളൂ. അല്ലെങ്കിൽ മിനി ഈശോയും മിനി, അങ്ങനെ ആ പേര് മാത്രം അങ്ങോട്ട് പറയുമ്പോഴത്തേന് അത്ഭുതകരമായിട്ടുള്ള ഉത്തരങ്ങൾ കാണാറുണ്ട് ഇവരുടെയൊക്കെ ജീവിതത്തിൽ. അപ്പോൾ എനിക്ക് മനസ്സിലാകത്തില്ലായിരുന്നു എന്തുകൊണ്ടാണെന്നുള്ളത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ആ വചനം നമുക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയത്തില്ല. ആത്മാവ് പ്രാർത്ഥിക്കും. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ ആത്മാവെന്ന് പറയുമ്പം മനുഷ്യാത്മാവെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത് അത് പരിശുദ്ധാത്മാവാണ് എന്നിലൂടെ പ്രാർത്ഥിക്കുക. ഒരു അവാച്യമായ മറ്റേ ആ ഒരു നെടുവീർപ്പ് കൊണ്ട് അതുവഴി പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നതെന്ന് ഇന്ന് ശരിക്കും ഞാൻ ഇത്രയും നാളും വിചാരിച്ചുകൊണ്ടിരുന്നത്, ആ വചനം വായിച്ചിട്ടുണ്ട് പലപ്പോഴും, ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ആത്മാവാണ് പ്രാർത്ഥിക്കുന്നതെന്നാണ്. ഇന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ചുമ്മാ ഒരു പേര് മാത്രം പറഞ്ഞാൽ മതി ഉടനെ അതിന് ഉത്തരം കിട്ടുന്നതെന്നുള്ളത് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്.